നമസ്കാരം. LDF സർക്കാർ തുടരുമെന്നും അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്ന കാര്യം ഉറപ്പില്ല എന്നും MV ഗോവിന്ദൻ. അത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതാണ് ഇന്നലെ മഞ്ചേശ്വരത്തും കാസർഗോഡും കണ്ടത്. CPM-ഉം ഇടതുപക്ഷവും വർഗീയതയ്ക്കെതിരായി ശക്തമായി നിലകൊള്ളുകയാണ്. ആര് സത്യം പറഞ്ഞാലും അത് സത്യം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന SDPI നിലപാടിനോട് വിയോജിക്കേണ്ട കാര്യമില്ല. ന്യൂനപക്ഷങ്ങളുമായുള്ള അകൽച്ച പരിഹരിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. LDF-ന്റെ വർഗീയതയ്ക്കെതിരായ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തും. SDPI-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും UDF ആണ് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ജില്ലാ കമ്മിറ്റിയോട് കണക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കുഞ്ഞികൃഷ്ണന്റെ കാര്യമൊക്കെ അടഞ്ഞ അധ്യായമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇക്കുറി വിജയം ഉറപ്പിച്ചു തന്നെയാണ് UDF-ന്റെയും പ്രവർത്തനം. കേരളത്തിൽ UDF അനുകൂല തരംഗമുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നതോടുകൂടി തന്നെ അധികാരം ലക്ഷ്യമിട്ടുകൊണ്ട് KPCC ഓഫീസിൽ ഉപജാപക സംഘങ്ങളുടെ തള്ളിക്കയറ്റമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും ബോർഡ് കോർപ്പറേഷൻ പദവികളിലും നോട്ടമിട്ടുകൊണ്ട് വലിയൊരു സംഘം തന്നെ ഇന്ദിരാഭവനിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗം പേരും 70 വയസ്സിനോടടുത്ത് പ്രായമുള്ളവരും 10-15 വർഷം മുൻപ് സർവീസിൽ നിന്ന് വിരമിച്ചവരുമാണ്. കോൺഗ്രസ് സംഘടനകളിൽ സജീവമല്ലാതിരുന്നിട്ടും അധികാരത്തിന്റെ മണം കിട്ടിയതോടുകൂടി ഇവർ വീണ്ടും സജീവമായിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ പ്രതിഷേധം കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ വിവാദം ഉൾപ്പെടെയുള്ള തിരിച്ചടികൾക്ക് കാരണക്കാരായ പലരും ഇപ്പോൾ പദവികൾ മോഹിച്ച് രംഗത്തുണ്ട്. ഇടതു ഭരണകാലത്ത് പദവികൾ അനുഭവിച്ച ശേഷം 2021-ൽ UDF അധികാരത്തിൽ വരുമെന്ന് കരുതി കളം മാറ്റിയവരും ഇക്കൂട്ടത്തിലുണ്ട്. അന്ന് ഭരണം കിട്ടാതെ വന്നതോടുകൂടി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിന്ന ഇക്കൂട്ടർ ഇപ്പോൾ ഓഫീസേഴ്സ് സെൽ എന്ന പേരിൽ യോഗങ്ങൾ വിളിച്ച് സജീവമാകാനാണ് ശ്രമിക്കുന്നത്. വളരെ നിർണായകമായ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ ഫണ്ട് സമാഹരണത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും KPCC-യിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ K സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വിളിച്ചു ചേർത്ത ഇത്തരം യോഗങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും മറ്റു മുതിർന്ന നേതാക്കളെയും വിമർശിക്കാനുള്ള വേദിയായി മാറിയിരുന്നു. ഇതിനെതിരെ വിവിധ കോൺഗ്രസ് അനുകൂല സംഘടനകൾ അതൃപ്തി അറിയിച്ചിരുന്നുവെങ്കിലും വീണ്ടും അതേ ഉപജാപക സംഘം തന്നെ പിടിമുറുക്കുന്നത് പാർട്ടിയെ ഞെട്ടിച്ചു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകരെ മറികടന്നുകൊണ്ട് ഇത്തരം കാര്യക്കാർ അധികാരം കൈക്കലാക്കുന്നത് തടയണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുകയാണ്.